Good morning, students. ഇന്ന് നമുക്ക് മേയേഴ്സ് റിലേഷൻ എന്താണെന്ന് നോക്കാം. റിലേഷൻ ബിറ്റ്വീൻ സി പി ആൻഡ് സി വി ആണ് മേയേഴ്സ് റിലേഷൻ. ഇവിടെ നമുക്ക് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇഫ് ഡെൽറ്റ ക്യൂ ഈസ് അബ്സോർബ്ഡ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം, നമ്മൾ ആദ്യം കോൺസ്റ്റൻറ്റ് വോളിയം കേസാണ് പറയുന്നത്, പിന്നീട് കോൺസ്റ്റൻറ്റ് പ്രഷർ കേസ് പറയാം. അപ്പോൾ കോൺസ്റ്റൻറ്റ് വോളിയത്തിലാണ് എക്സ്പാൻഡ് ചെയ്യുന്നത് വിചാരിക്കുക. അങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ വോളിയം കോൺസ്റ്റൻ്റ്, അപ്പോൾ ഡെൽറ്റ വി 0 ആണ്. അപ്പോൾ ആ ഇക്വേഷനിൽ പി ഡെൽറ്റ വി 0 ആയി പോകും. അങ്ങനെ ആ ഇക്വേഷൻ എങ്ങനെ മാറി? ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു എന്ന് മാറ്റാം. ഇനി നമുക്കറിയാവുന്ന സി വിയുടെ ഇക്വേഷൻ ഇവിടെ എടുത്തെഴുതുന്നു. ഇതാണ് സി വിയുടെ ഇക്വേഷൻ. ഈ ഇക്വേഷൻ നമ്മൾ 1 മോൾ ഓഫ് ഗ്യാസ് ആണ് ആ പിസ്റ്റൺ സിലിണ്ടറിനകത്ത് ട്രാപ്പ് ചെയ്താക്കണമെന്ന് ഇരിക്കുക. അപ്പം മ്യൂ എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഇൻവോൾവ്ഡ് ആണ്. അപ്പോൾ ഇവിടെ മ്യൂ എന്നുള്ള വാല്യൂ 1 ആവും, 1 ആയിട്ട് മാറും. അപ്പോൾ ആ മ്യൂവിൻ്റെ ടൈം അവിടെ ഇല്ല. അപ്പോൾ ഇക്വേഷനിൽ ഡെൽറ്റ ക്യൂവിനെ നമുക്കൊന്ന് മാറ്റി എഴുതാം. ഡെൽറ്റ ക്യൂ എന്ന് പകരം എന്താണെന്ന് എഴുതാം? ഡെൽറ്റ യു എന്ന് എഴുതാമല്ലോ മറ്റു കോൺസ്റ്റൻറ്റ് വോളിയം കേസിൽ. അപ്പോൾ അതാണ് ഡെൽറ്റ ക്യൂവിന് പകരം ഡെൽറ്റ യു എന്ന് മാറ്റി എഴുതിയത്. അപ്പോൾ അങ്ങനെ നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ കിട്ടി, സി വിയുടെ ഇക്വേഷൻ ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി. ഇനി നമുക്ക് രണ്ടാമത്തെ സിറ്റുവേഷൻ നോക്കാം. അതായത് നമ്മൾ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുന്നത് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷറാണ്. എങ്ങനെ കോൺസ്റ്റൻറ്റ് പ്രഷർ ആക്കാൻ പറ്റും? ഈസി ആയിട്ടുള്ള പിസ്റ്റൺ വെച്ച് കൊടുക്കുക, ഈസി മൂവബിൾ ആയിട്ടുള്ള പിസ്റ്റൺ വെച്ച് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ വോളിയം ചേഞ്ച് ചെയ്തോളും, ഡെൽറ്റ വി ഉണ്ടായിക്കോളും. അപ്പോൾ ഹീറ്റ് സപ്ലൈഡ് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും. ഇൻറ്റേർണൽ എനർജി ഇൻക്രീസ് ചെയ്യാനും എക്സ്റ്റേണൽ വർക്ക് ചെയ്യാനും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മോളാർ സ്പെസിഫിറ്റിയാണ് സി പി. സി പിയുടെ ഇക്വേഷൻ ഇത് നമുക്കറിയാവുന്ന ഇക്വേഷനാണ്. ആ ഇക്വേഷൻ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നു. ഇനി എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ പ്രോസസ്സിൽ രണ്ട് കാര്യങ്ങൾ ഇൻവോൾവ് ആകുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ഫുൾ ഇക്വേഷൻ ഡെൽറ്റ ക്യൂവിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഡെൽറ്റ ക്യൂവിന് പകരം ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇത് രണ്ട് ടേംസ് ആയിട്ട് മാറും. അതാണ് ഈ രണ്ട് ടേംസായിട്ട് മാറ്റി എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ടാമത്തെ ടേമിലാണ് പി വരുള്ളൂ അല്ലേ. പി നമുക്ക് മാറ്റി പുറത്തെഴുതാം. അപ്പോൾ ആ ഇക്വേഷൻ ഇതുപോലെ മാറ്റം വന്ന് സി പിയുടെ ഇക്വേഷൻ നമുക്ക് 2 എന്ന് കിട്ടി. ഇനി ഈ സി പിയുടെ ഇക്വേഷൻ തന്നെ വീണ്ടും കണ്ടിന്യൂ ചെയ്യണം. അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ കേസ് കണ്ടിന്യൂ ചെയ്യണം. അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ കേസിൽ നമുക്ക് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പി വി ഈക്വൽ ടു ആർ ടി പഠിച്ചിട്ടുണ്ട് അല്ലേ. ആ ഇക്വേഷനിൽ അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷറിൽ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഉണ്ടാവുമല്ലോ. ടെമ്പറേച്ചറെല്ലാം അത് ചേഞ്ച് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ടെമ്പറേച്ചർ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, രണ്ട് സൈഡും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. സോ ഇവിടെ നമുക്ക് പ്രഷർ കോൺസ്റ്റൻ്റ് ആണ്, ആർ എന്ന് പറയുന്നത് ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്, ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ വിയും ചേഞ്ച് ചെയ്യുന്നുണ്ട്, ടിയും ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ട് സൈഡ് നമ്മൾ ടെമ്പറേച്ചറോട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ മാറും, ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി. ഇവിടെ നമുക്ക് ഡെൽറ്റ ടി ബൈ ഡെൽറ്റ ടി എന്ന് മാറുകയാണ് ചെയ്യുന്നത്. ഡെൽറ്റ ടി ബൈ ഡെൽറ്റ ടി അത് 1 ആയിട്ട് മാറും. ഇത് ഇതുപോലെ തന്നെ നിലനിൽക്കുകയും ചെയ്യും. ഓക്കെ, ഇപ്പോൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഈ ഇക്വേഷനിൽ പി ഇൻറ്റു ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി എന്നൊരു ടേം ഉണ്ട്. ഇത് തന്നെ അതിന് പകരം എന്തെഴുതാം? ക്യാപിറ്റൽ ആർ എന്ന് കൊടുക്കാം. അതാണ് ഇവിടെ ഈ ഇക്വേഷനെ ഇങ്ങനെ മാറ്റി എഴുതിയിരിക്കുന്നത്. സോ സി പി ഈക്വൽ ടു ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി പ്ലസ് ആർ എന്ന് എഴുതാം. പക്ഷേ നമുക്ക് ഈ ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി എന്താണെന്ന് നമുക്ക് ആൾറെഡി അറിയാം. ഇക്വേഷൻ 1 നോക്കി, ഇക്വേഷൻ 1 പ്രകാരം ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി സി വി ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുകയാണ്, ഒന്ന് മാറ്റി എഴുതി കഴിഞ്ഞാൽ സി പി മൈനസ് സി വി ഈക്വൽ ടു ക്യാപിറ്റൽ ആർ എന്ന് എഴുതാം. സോ ദിസ് ഈസ് കാൾഡ് മേയേഴ്സ് റിലേഷൻ. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിച്ചോളാം കേട്ടോ. ഇനി അടുത്തൊരു ടോപ്പിക്കാണ് ഒരേ ഗ്യാസിൻ്റെ തന്നെ സി പിയുടെ വാല്യൂം സി വിയുടെ വാല്യൂം നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ സി പി വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ സി വി എല്ലായ്പ്പോഴും. അതെന്തുകൊണ്ടാണ് നോക്കുക. സി വിയുടെ ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്, സി പിയുടെ ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. വെൻ ഗ്യാസ് ഈസ് ഹീറ്റഡ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം ദ എൻറ്റയർ ഹീറ്റ് ഈസ് യൂസ് ടു ഇൻക്രീസ് ദ ഇൻറ്റേർണൽ എനർജി ഓഫ് ദി ഗ്യാസ്. എക്സ്റ്റേണൽ വർക്ക് അവിടെ ഇല്ല അല്ലേ. അത് കോൺസ്റ്റൻറ്റ് വോളിയമാണ്, പ്രഷർ കുക്കറിൻ്റെ ഒക്കെ പോലെ വോളിയം കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിരിക്കും. അപ്പോൾ കൊടുക്കുന്ന ഹീറ്റ് കംപ്ലീറ്റ് ആയിട്ട് എന്തായിട്ട് മാറ്റുന്നു? ഇൻറ്റേർണൽ എനർജി ആക്കി മാറ്റുന്നു, ഡെൽറ്റ യു ആക്കി മാറ്റുന്നു. എന്നാൽ അതേ എമൗണ്ട് ഗ്യാസിനെ നമ്മൾ അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ, ബട്ട് വെൻ ദ ഗ്യാസ് ഈസ് ഹീറ്റഡ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ദ ഹീറ്റ് ഈസ് യൂസ് ടു ഇൻക്രീസ് ദ ഇൻറ്റേർണൽ എനർജി ആൾസോ ടു ഡു ദ എക്സ്റ്റേണൽ വർക്ക്. അപ്പോൾ കൊടുക്കുന്ന ഹീറ്റ് രണ്ട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കണം. ഇൻറ്റേർണൽ എനർജി ഇൻക്രീസ് ചെയ്യുക, കൂടാതെ ഇതാണ് എക്സ്റ്റേണൽ വർക്ക്, എക്സ്റ്റേണൽ വർക്കിന് വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പോൾ സെയിം ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ രണ്ട് സിറ്റുവേഷൻ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കൂടുതൽ ഹീറ്റ് സി പിയുടെ കേസിൽ നമുക്ക് വേണ്ടി വരും എക്സ്റ്റേണൽ വർക്ക്.
അപ്പോൾ രണ്ട് കേസിലും ഈ രണ്ട് ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ഇക്വേഷനിലും എന്തുണ്ട്, ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി ഉണ്ട്. ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി ഈസ് സെയിം ഇൻ ബൂത്ത് കേസ്, ബട്ട് സി പി ഈസ് ഗ്രേറ്റർ ദാൻ സി വി. ഇവിടെ ഒരു എക്സ്ട്രാ ടൈമും കൂടി ഇവിടെ ഉണ്ട് അല്ലേ, അതുകൊണ്ടാണ് സി പി ഈസ് ഗ്രേറ്റർ ദാൻ സി വി എന്ന് പറയുന്നത്. അടുത്തായിട്ട് തെർമോഡൈനാമിക് സ്റ്റേറ്റ് വേരിയബിൾസ് ആൻഡ് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് എന്താണെന്ന് നോക്കാം. എവരി ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ഓഫ് എ തെർമോഡൈനാമിക് സിസ്റ്റം, അതായത് ഒരു തെർമോഡൈനാമിക് സിസ്റ്റം ഇക്വിലിബ്രിയം സ്റ്റേറ്റ് അഥവാ സ്റ്റഡി സ്റ്റേറ്റിൽ ആയിട്ട് വേരിയേഷൻ സംഭവിക്കാതെ ബാലൻസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേജ്, ഫിക്സഡ് വേരിയബിൾസ് എല്ലാം ഫിക്സഡ് വാല്യൂസ് ആയിരിക്കും. ഈസ് കംപ്ലീറ്റ്ലി ഡിസ്ക്രൈബ്ഡ് ബൈ സ്പെസിഫിക് വാല്യൂസ്. അതിനാണ് നമ്മൾ സ്റ്റേറ്റ് വേരിയബിൾസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിലുള്ള ഗ്യാസ്, അതായത് ഒരു ബലൂണിൽ നിറച്ച ഗ്യാസ്, അതിന് പ്രഷർ മാറുന്നില്ല, വോളിയം വ്യത്യാസമില്ല, ടെമ്പറേച്ചർ വ്യത്യാസമില്ല, അങ്ങനെ സ്റ്റഡി ആയിട്ട് നിൽക്കുന്ന ഒരു ഗ്യാസിന് അതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം, അതിൻ്റെ പ്രഷർ, അതിൻ്റെ വോളിയം, അതിൻ്റെ ടെമ്പറേച്ചർ, അതിൻ്റെ മാസ്, അപ്പോൾ അത് വെച്ച് നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. അപ്പോൾ ഈ ടേംസിനെയൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അതിൻ്റെ സ്റ്റേറ്റ് വേരിയബിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് നോക്കാം. ഫോർ ആൻ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇതാണ്, പി വി ഈക്വൽ ടു മ്യൂ ആർ ടി എന്ന് കാണാൻ പറ്റും. നോക്കാം ഇവിടെ എല്ലാം തന്നെ പി വി ആറും ടി മ്യൂ ഒക്കെ സ്റ്റഡിയാണ്. ഡെൽറ്റ പി എന്നോ ഡെൽറ്റ വി എന്നൊന്നും ഇവിടെ കാണുന്നില്ല അല്ലേ. ഇനി നമുക്ക് ഈ സ്റ്റേറ്റ് വേരിയബിളെ തന്നെ പ്രധാനമായിട്ട് രണ്ടായിട്ട് തിരിക്കാം. അങ്ങനെയാണ് എക്സ്റ്റെൻസീവ് സ്റ്റേറ്റ് വേരിയബിൾ, ഇൻറ്റൻസീവ് സ്റ്റേറ്റ് വേരിയബിൾ. എന്താണ് എക്സ്റ്റെൻസീവ് എന്ന് നോക്കാം. എക്സ്റ്റെൻസീവ് സ്റ്റേറ്റ് വേരിയബിൾ എന്ന് പറയുന്നത് ഇതാണ് അതിൻ്റെ ഡെഫിനേഷൻ. എക്സ്റ്റെൻസീവ് വേരിയബിൾസ് ഇൻഡിക്കേറ്റ് ദ സൈസ് ഓഫ് ദി സിസ്റ്റം. അത് എത്രത്തോളം സൈസ് ഉണ്ടെന്ന് അത് കാണിച്ചു തരുന്നുണ്ട്. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നോക്കാം. ഇഫ് വി ഇമാജിൻ ടു ഡിവൈഡ് എ സിസ്റ്റം ഇൻ ഇക്വിലിബ്രിയം ഇൻറ്റു ടു ഈക്വൽ പാർട്സ്, ദ വേരിയബിൾസ് ഹൂസ് വാല്യൂസ് ഗെറ്റ് ഹാവ്ഡ് ഇൻ ഈച്ച് പാർട്ട്. അങ്ങനെയുള്ള സിസ്റ്റങ്ങളാണ് എക്സ്റ്റെൻസീവ് സെറ്റ് എന്ന് പറയാം. ഉദാഹരണത്തിന് നമ്മളിൽ ഒരു ബലൂണിൽ ഗ്യാസ് നിറച്ചിരിക്കുകയാണ്. ആ ഗ്യാസിനകത്ത് സെർട്ടൺ വോളിയം ഉണ്ട്, സെർട്ടൺ മാസ് ഉണ്ട്, സെർട്ടൺ ഇൻറ്റേർണൽ എനർജി ത്രൂ ഔട്ട് ദ ഗ്യാസ് ഉണ്ട്. അപ്പോൾ ഈ ബലൂൺ നമ്മൾ സാങ്കല്പികമായിട്ട് രണ്ടായിട്ട് തിരിച്ചു നോക്കാം. രണ്ടായിട്ട് നമുക്ക് മുറിക്കാൻ പറ്റില്ല, എങ്കിലും സങ്കല്പിക്കുക, രണ്ടായിട്ട് മാറ്റി നോക്കാം. അപ്പം അങ്ങനെ ഒരു ഹാഫിൽ പകുതി ഇൻറ്റേർണൽ എനർജി, ഒരു ഹാഫിൽ പകുതി വോളിയം, ഒരു ഹാഫിൽ നേരത്തെ ഉണ്ടായിരുന്ന മാസിൻ്റെ പകുതി മാസ് അല്ലേ. അങ്ങനെയായിട്ട് ഗെറ്റ് ഹാവ്ഡ് നേരെ പകുതിയായിട്ട് മാറും. എങ്കിൽ അങ്ങനെയുള്ള അത് ആ സൈസിനെ കാണിക്കണം അല്ലേ. സൈസ് നേരെ പകുതിയായി, വോളിയം നേരെ പകുതിയായി. അങ്ങനെയെങ്കിൽ നമ്മൾ ആ വേരിയബിൾസിനെ, ഇപ്പോൾ ഈ വേരിയബിൾസ് എനർജി എന്നുള്ള വേരിയബിൾ, വോളിയം എന്നുള്ള വേരിയബിൾ, മാസ് എന്ന വേരിയബിൾ, ഇതിനെയൊക്കെ നമ്മൾ എക്സ്റ്റെൻസീവ് വേരിയബിൾസ് പറയാം. ഇപ്പോൾ ഇൻറ്റൻസീവ് പറയുമ്പോൾ അത് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇൻറ്റൻസീവ് വേരിയബിൾ എന്താണെന്ന് നോക്കാം. ഇൻറ്റൻസീവ് വേരിയബിൾസ് ഡു നോട്ട് ഇൻഡിക്കേറ്റ് ദ സൈസ് ഓഫ് ദി സിസ്റ്റം. ആ വേരിയബിൾസ് സിസ്റ്റത്തിൻ്റെ സൈസിനെ കാണിക്കുന്നില്ല. ഈ എക്സാമ്പിൾ വരുമ്പോൾ ക്ലിയർ ആവും. ഇഫ് യു ഇമാജിൻ ടു ഡിവൈഡ് ദ സിസ്റ്റം ഇൻ ഇക്വിലിബ്രിയം ഇൻറ്റു ടു ഈക്വൽ പാർട്സ്, ഇവിടെ നമുക്ക് ഈ ബലൂണിനെ തന്നെ രണ്ടായിട്ട് തിരിച്ച പോലെ കാണും. എങ്കിൽ നോക്കാം, പ്രഷർ ഈ രണ്ട് കഷ്ണത്തിലും സെയിം ആയിരിക്കില്ലേ, രണ്ടിൻ്റെ ടെമ്പറേച്ചർ സെയിം ആയിരിക്കില്ലേ. അത് 5 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ബാക്കി ബലൂണിൻ്റെ ബാക്കി ഭാഗം 5 ഡിഗ്രി ആയിരിക്കും. അതിനകത്ത് എയർ ആണെങ്കിൽ എയറിൻ്റെ ഡെൻസിറ്റി, എയറിൻ്റെ ഡെൻസിറ്റി സെയിം ആയിരിക്കും. അത് നേരെ പകുതിയാകുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഈ പ്രഷർ, ടെമ്പറേച്ചർ, ഡെൻസിറ്റി എന്നുള്ള ആ ഫിസിക്കൽ വേരിയബിൾസ് ഏത് കൂട്ടത്തിൽ പെടും? ഇൻറ്റൻസീവ് വേരിയബിൾസിൻ്റെ കൂട്ടത്തിൽ പെടും. ഓക്കെ, ഇനി നമുക്ക് തെർമോഡൈനാമിക് പ്രോസസ്സുകളെ, അതായത് ഒരു തെർമോഡൈനാമിക് സിസ്റ്റത്തിൽ നിന്ന് വേറെ തെർമോഡൈനാമിക് സിസ്റ്റത്തിലേക്ക് മാറുന്ന പ്രോസസ്സുകൾ, അതിന് തെർമോഡൈനാമിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. അത് നമുക്ക് പ്രധാനമായിട്ട് 1-2 തരത്തിലുണ്ട്. അതിനെക്കുറിച്ച് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.